ഉമ്മാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ആദ്യത്തെയാണ് മോദകമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് വെള്ളം. ഗ്യാസ് ഓൺ ചെയ്തു. 1 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം നന്നായി തിളച്ച് വരട്ടെ. വെള്ളം നന്നായി തിളച്ച് വന്നു. ഇനി അതിലേക്ക് അല്പം ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് അരിപ്പൊടിയും ഇടാം. ഗ്യാസ് സിം ചെയ്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിനെ ഒരുപാട് നേരം കുക്ക് ചെയ്യൊന്നും വേണ്ട. കട്ട കുത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് എല്ലാം യോജിച്ചെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. രണ്ട് മിനിറ്റ് മൂടി വയ്ക്കുക. അതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാവിട്ട് ചൂട്ടോടെ തന്നെ നല്ലവണ്ണം കുഴച്ചെടുക്കണം. നല്ല മയത്തിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. ഇളം ചൂട്ടോടെ തന്നെ കുഴയ്ക്കുമ്പോൾ മാവ് പെട്ടെന്ന് റെഡിയായി കിട്ടും. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ഫില്ലിംഗ് നമുക്ക് റെഡിയാക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് തേങ്ങ, 3 അച്ച് ശർക്കര പാനി, പിന്നെ ഡ്രൈ ഫ്രൂട്ട്. പാൻ അടുപ്പത്ത് വെച്ച് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട് ഒന്ന് ഇട്ട് ഇളക്കി ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് റോസ്റ്റ് ചെയ്യൊന്നും വേണ്ട. ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയതും ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. ചോക്കനെ വറക്കൊന്നും വേണ്ട. ഒരുവിധം റോസ്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോയി കിട്ടിയാൽ മതി. അതിലേക്ക് അരിച്ചു വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. നല്ലവണ്ണം കൂട്ടി യോജിപ്പിക്കുക. അതൊന്ന് കുക്കായി വരട്ടെ. യോജിച്ച് വന്നിട്ടുണ്ട്. ഏലക്കായ്പ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, ഇട്ടുപോയി.
അതിൽ പിന്നെ ഇനി നമുക്ക് പരത്താം, മാവ് പരത്താം. ഒരു ഉരുള മാവെടുത്ത് നമ്മൾ പൂരിക്ക് പരത്തുന്നത് പോലെ നൈസായി പരത്തിയെടുക്കുക. പത്തിരിയൊക്കെ പരത്തുന്നത് പോലെ പരത്തിയാൽ മതി. ഒരുപാട് കട്ടി പാടില്ല. ചപ്പാത്തി പോലെ കട്ടി മതി. അതിന് ശേഷം ഇങ്ങനെ മടക്കി താഴത്തുനിന്ന് മുകളിൽ വരെ ഇങ്ങനെ മടക്കുകൾ ഉണ്ടാക്കുക. അടുപ്പിച്ചടുപ്പിച്ച് മടക്കുകൾ ഞൊറി എടുക്കുന്നത് പോലെ ചുറ്റും ഈ മാവിന് ചുറ്റും ഞൊറി എടുക്കുക. താഴത്തുനിന്ന് മുകളിലേക്ക് അമർത്തി വെച്ച് കൊടുക്കുക. മാവ് നല്ല മയത്തിലെടുത്താൽ ഇതുപോലെ ആക്കാൻ എളുപ്പമാണ്, പൊട്ടിപ്പോകുമൊന്നുമില്ല. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ചുളുക്ക് ആക്കി ഒരു പൂ പോലെ ആക്കിയെടുക്കുക. അതിലേക്ക് ഫില്ലിങ് നിറയ്ക്കാം. 1 സ്പൂൺ ഫില്ലിങ് ഇടാം. ഫില്ലിങ് ഇട്ടതിന് ശേഷം കൈക്കുള്ളിൽ വെച്ച് ഈ 3 വിരൽ കൊണ്ടിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. മോദകത്തിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ മുകളിലേക്ക് തിരിപ്പിച്ച് കൊണ്ടുവരിക. ഇത് 2-3 പ്രാവശ്യം ഉണ്ടാക്കിയാൽ താനേ ശരിയാവും. ഇങ്ങനെ ഒന്ന് തിരിപ്പിച്ച് റെഡിയാക്കി എടുക്കുക. ഇങ്ങനെ തിരിപ്പിച്ചാക്കിയാൽ ഈ ഞൊറി ഇങ്ങനെ ഞൊറിഞ്ഞ് വന്ന് മോദകത്തിൻ്റെ നല്ല ഷേപ്പായി കിട്ടും. മുകളിൽ വന്ന എക്സ്ട്രാ മാവ് നമുക്ക് നുള്ളി എടുക്കാം. മുകളിൽ വരുന്ന മാവ് നുള്ളി മാറ്റി വയ്ക്കാം. നമുക്ക് എല്ലാ മാവും ഇതേപോലെ പരത്തിയെടുക്കാം. വാഴയില അടിയിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്തിട്ടുണ്ട്. മോദകം റെഡി. മുകളിലേക്ക് കേസർ വിതറി കൊടുക്കുക.